എല്ലാവർക്കും എൻ്റെ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു യാത്രാ വിവരണമാണ്. ഇതാണ് ഷൈൻ ചേട്ടൻ. രാവിലെ 8 മണിയായപ്പോൾ ഷൈൻ ചേട്ടൻ എത്തി. ചെണ്ടയും ഭാഗമെല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങളുടെ നാടായ പൂച്ചാക്കലിൽ നിന്ന് ഞങ്ങൾ യാത്രയായി. ഇന്നും നാളെയുമായി 2 ദിവസത്തെ പ്രോഗ്രാമാണുള്ളത്. ഷൈൻ ചേട്ടനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഷൈൻ ചേട്ടനും ഞാനുമാണ് പ്രോഗ്രാമിനിടയ്ക്ക് ചെണ്ട വായിക്കുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് സിബിൻ സാറിന്റെ വീട്ടിലേക്കാണ്. ഇടയ്ക്ക് ഒരാളെ കൂടി കയറ്റാനുണ്ട്. വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം നാടൻപാട്ടുകാരൻ കൃഷ്ണ. അങ്ങനെ അതുലിനെയും വണ്ടിയിൽ കയറ്റി നേരെ ചെന്നത് അരൂപ്പറ്റിയിലെ സിബിൻ സാറിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്നാണ് ഇനി ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പ്രോഗ്രാമുകൾ കൂടാതെ മാജിക് ബീറ്റ്സ് എന്ന മ്യൂസിക് സ്കൂളും സിബിൻ സാർ ഇവിടെ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ഷൈൻ ചേട്ടന്റെ വണ്ടി പാർക്ക് ചെയ്തു. എല്ലാ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും സിബിൻ സാറിന്റെ വണ്ടിയിൽ കയറ്റിയതിനു ശേഷം യാത്ര ആരംഭിച്ചു. തൊട്ടടുത്തു തന്നെ പമ്പുള്ളത് കൊണ്ട് ഇന്ധനം നിറച്ചതിന് ശേഷമാണ് യാത്ര. അങ്ങനെ ഞാനും വണ്ടിയിൽ കയറി. ഇതാണ് സിബിൻ സാർ. സിബിൻ സാറാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ക്യാരവാൻ സിബിൻ സാറിന്റെയാണ്. 2 പേർക്ക് സുഖമായിരിക്കാവുന്ന സീറ്റ്. പുറകിലത്തേത് സീറ്റ് മാത്രമല്ല, ബെഡ് കൂടിയാണ്. 2 സീറ്റുകളും നിവർത്തിയാൽ സീറ്റുകളിലും സുഖമായി ഉറങ്ങാം. അരൂർ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ ഒട്ടുമിക്ക സമയങ്ങളിലും ഇവിടെ ബ്ലോക്കായിരിക്കും. ഇത്തവണ വലിയ ബ്ലോക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഡ്രൈവ് ചെയ്യാറുള്ളത് ഷൈൻ ചേട്ടനാണെങ്കിലും ദൂരമേറെയുള്ളത് കൊണ്ട് സിബിൻ സാറും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സിബിൻ സാറിനെ കുറിച്ച് പറഞ്ഞില്ല. മൂവിംഗ് വാട്ടർ ഡ്രം, ഫയർ വാട്ടർ ഡ്രം എന്നിവയൊക്കെയാണ് സിബിൻ സാറിന്റെ മെയിൻ പെർഫോമിംഗ് ഐറ്റം. പ്രോഗ്രാം ലീഡ് ചെയ്യുന്നതും സിബിൻ സാർ തന്നെയാണ്. കൂടാതെ ഒരാൾ കൂടിയുണ്ട്, ഞങ്ങളുടെ DJ മിക്സ് ചെയ്യുന്ന അർജിത്ത്. പോകുന്ന വഴിക്ക് അർജിത്ത് ചേട്ടനെയും നമുക്ക് പിക്ക് ചെയ്യണം. അങ്ങനെ മഞ്ഞുമ്മലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അർജിത്ത് ചേട്ടനും എത്തി. ഇതാണ് അർജിത്ത് ചേട്ടൻ. ഞാൻ ആർച്ചി ബ്രോ എന്നാണ് വിളിക്കുന്നത്. ആള് നല്ലൊരു അടിപൊളി DJ പ്ലെയറാണ്. അർജിത്ത് ചേട്ടന്റെ DJ മിക്സറും മറ്റുപകരണങ്ങളും നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റണമായിരുന്നു. അതിനുശേഷം വീണ്ടും യാത്ര. ഇന്നത്തെ പരിപാടി കാലടിയിലുള്ള ഒരു കോളേജിൽ വെച്ചാണ്. നാളത്തെ പ്രോഗ്രാം സ്ഥലം കണ്ണൂർ വെച്ചുമാണ് നടക്കുന്നത്. ഏകദേശം 12 മണിയോടടുത്ത് ഞങ്ങൾ കോളേജിലെത്തി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും പരിപാടി സ്ഥലത്തേക്ക് പോവുകയാണ്. കോളേജ് ലൈഫൊന്നും അത്ര നന്നായി അടിച്ചു പൊളിക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക്. എന്നാൽ ഇപ്പോൾ പല കോളേജുകളിൽ പോകാനും പരിപാടി ചെയ്യുവാനും സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻസ്ട്രുമെന്റ്സുകളും മറ്റുപകരണങ്ങളും വണ്ടിയിൽ നിന്നിറക്കി സ്റ്റേജിൽ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് എല്ലാവരും. അതിനുശേഷം പരിപാടി തുടങ്ങി. അർച്ചിബ്രോ ട്രാക്ക് പ്ലേ ചെയ്തതും എല്ലാവരും ചുവടുവെച്ച് തുടങ്ങിയിരുന്നു. കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടുള്ള സിബിൻ സാറിന്റെ പെർഫോമൻസും തുടങ്ങി. ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ് ഫയർ ഡ്രം. ഈ ഫയർ ഡ്രമ്മിന്റെ പ്രവർത്തനത്തിലെ ഭൂരിഭാഗവും സാറിന്റെ സ്വന്തം ഐഡിയയിൽ നിന്നുള്ളതാണ്. ലിക്വിഡ് വാട്ടർ ഡ്രം എന്ന കൺസെപ്റ്റിനെ ആദ്യമായി മൂവിംഗ് വാട്ടർ ഡ്രം എന്ന കൺസെപ്റ്റിലേക്ക് മാറ്റിയതും സിബിൻ സാർ തന്നെയാണ്. ആയതിനാൽ കാഴ്ചക്കാരുടെ അരികിലേക്ക് വരെ ചെന്ന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. ഈ സമയം ഷൈൻ ചേട്ടൻ അല്ലെങ്കിൽ അതുൽ സാറിന്റെ കൂടെ ഉണ്ടാകും. ചെണ്ട കൊട്ടുന്നതിനിടയ്ക്കുള്ള സമയങ്ങളിലാണ് ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. അതുകൊണ്ടാണ് ചെണ്ട വായിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കാതെ പോയത്. അങ്ങനെ ഏറെ നേരങ്ങൾക്ക് ശേഷം പരിപാടി അവസാനിക്കുകയായി. പരിപാടി ചെയ്തവർക്കും പരിപാടിക്കൊപ്പം ആടിത്തിമിർത്ത വിദ്യാർത്ഥികൾക്കും ഇനി വിശ്രമം. അധികം താമസിയാതെ തന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി ഞങ്ങൾ അടുത്ത പരിപാടി സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. മനോഹരമായ കാഴ്ചകളും കണ്ട് അതുലിന്റെ നാടൻപാട്ടും കേട്ട് കളിയും ചിരിയും തമാശയുമായി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ വണ്ടി ചെന്നു നിന്നത് ദാ ഇവിടെയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഓരോ അൽഫാം മന്തിയാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി. വീണ്ടും യാത്ര തുടങ്ങവേ അർജിത്ത് ചേട്ടൻ ഉറങ്ങാൻ കിടന്നു. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം സിബിൻ സാറും ഉറങ്ങി. വെളുപ്പിന് 3 മണിയോടടുത്താണ് ഞങ്ങൾ മാഹിയിലെത്തിയത്. ഗ്രാൻഡ് വ്യൂ എന്ന ഈ അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. പരിപാടിയുടെയും യാത്രയുടെയും ക്ഷീണത്തിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഉച്ചയോടടുത്തിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. വാഴയിലയിലെ പൊതിച്ചോറും മീൻ വെച്ചതും വറുത്തതും സാമ്പാറും എല്ലാം ഉണ്ട്. 2 മുറികളും ഒരടുക്കളയും ഒരു ലിവിംഗ് റൂമുമാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളത്. കൂടാതെ ഫ്രിഡ്ജും AC-യും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഞാനും ഫുഡ് കഴിക്കാനിരുന്നു. പൊതിച്ചോറ് തുറന്നു. ചോറും പപ്പടവും വറുത്തമീനും എല്ലാം കൂടി കഴിച്ചു. ചോറും കറികളും എല്ലാം അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. മഴയും മഴക്കാഴ്ചകളും കണ്ട് വീണ്ടും കുറച്ചു നേരം കൂടി ഇരുന്നു. നല്ലൊരു ഉറക്കത്തിന് ശേഷം വീണ്ടും റെഡിയായി. അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകാനുള്ള തിരക്കിലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഷൈൻ ചേട്ടൻ ഞങ്ങളെയും കാത്തിരിക്കുകയാണ്. എല്ലാവരും വണ്ടിയിൽ കയറിയതിനു ശേഷം പരിപാടി സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. പ്രോഗ്രാമിന്റെ വീഡിയോസ് നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഉൾപ്പെടുത്തുന്നില്ല. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.